ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2015 UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ആദ്യം പോയി ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ദെൻ അതിന് ശേഷം എന്താണ് ബാക്കി വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോർമലി ഉള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോകാം. ഓക്കെ, 26th ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ. വിത്ത് റെഫറൻസ് ടു ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, സോ വിത്ത് റെഫറൻസ് ടു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് അഡ്വക്കേറ്റഡ് ദ ബോയ്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് ആൻഡ് ഇവേഷൻ ഓഫ് ടാക്സസ്. Second statement, it wanted to establish the dictatorship of proletariat. Then third statement, it advocated separate electorate for minorities and oppressed classes. So ഇതിൽ ഏത് ഓപ്ഷനാണ്, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. ആൻഡ് ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 3 only, ഓപ്ഷൻ സി 1, 2, 3 ആൻഡ് ഓപ്ഷൻ ഡി none. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഈ ആൻസർ? അപ്പോൾ എന്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് നമ്മൾ അറിയണം. ഓക്കെ, എന്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ INC-നുള്ളിൽ തന്നെ എന്താണ് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. INC-ക്ക് ഉള്ളിൽ തന്നെ എന്താണ് ഒരുപാട് വേർതിരിവുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഇത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അതിലുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അവർ 1934 ഓക്കെ 1934 ജയപ്രകാശ് നാരായണും അതുപോലെ ആചാര്യ നരേന്ദ്രദേവും കൂടി ഈ ഒരു പാർട്ടി സ്ഥാപിച്ചത്. ഓക്കെ, അവർ രണ്ടുപേരാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്ക് എന്താണ് ചോദിച്ചേക്കുന്നത്? ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ താഴെ പറയുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ, ഫസ്റ്റ് വൺ നോക്കി. ഇറ്റ് അഡ്വക്കേറ്റഡ് ദ ബോയ്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് ആൻഡ് ഇവേഷൻ ഓഫ് ടാക്സസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. നമ്മൾ ഇതെന്താണ് ഫാക്ട് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവാൻ കാരണം ഇറ്റ് അഡ്വക്കേറ്റഡ് ദ ബോയ്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് ആൻഡ് ഇവേഷൻ ഓഫ് ടാക്സസ്. നമുക്കറിയാം ഇവരെന്താണ് ആൻറ്റി സോഷ്യലിസ്റ്റ് ആണ്, ആൻറ്റി ബ്രിട്ടീഷ് ആണ്. ഓക്കെ, ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആൻറ്റി ബ്രിട്ടീഷ് ആണ്. ബട്ട് എന്നിരുന്നാലും എന്താണ് അവരൊരിക്കലും ഈ ബ്രിട്ടീഷ് ഗുഡ്സും അതുപോലെ എന്താണ് മറ്റുമൊക്കെ എന്താണ് അതിനെയെല്ലാം ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1905 സ്വദേശി മൂവ്മെൻറ്റിൽ ഓൾറെഡി എന്താണ് ഈ ബ്രിട്ടീഷ് ഗുഡ്സ് കാര്യങ്ങളെല്ലാം എന്താണ് അവർ ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇത് 1934 ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് സ്ഥാപിച്ചത്. സോ അവരെന്താണ് ആ ടൈമിലൊക്കെ എന്താണ് നമ്മൾ കുറച്ചും കൂടിയൊക്കെ എന്താണ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മുടെ തിങ്കിങ് അതൊക്കെ എന്താണ് ഇമ്പ്രൂവ് ആയിട്ടുള്ള ടൈമാണ്. സോ ആ ടൈമിൽ അവരെന്താണ് ചെയ്തത്? ആൻറ്റി ബ്രിട്ടീഷ് ആയിരുന്നെങ്കിലും ഈ ബോയ്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് ആൻഡ് ഇവേഷൻ ഓഫ് ടാക്സസ് ചെയ്തില്ല. അവരൊരു ഡെമോക്രാറ്റിക് പരമായിട്ടുള്ള രീതിയിലായിരുന്നത് കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്നത്. ഓക്കെ, അവരുടെ ഐഡിയോളജി എന്തായിരുന്നു? ബിലീവ്ഡ് ഇൻ മാർക്സിസ്റ്റ് ഐഡിയാസ്, ഗാന്ധിയിസം, അതുപോലെ ലിബറൽ ആൻഡ് സോഷ്യൽ ഡെമോക്രാസി ഓഫ് വെസ്റ്റ്. ഓക്കെ, ലിബറൽ ആൻഡ് സോഷ്യൽ ഡെമോക്രാസി ഓഫ് വെസ്റ്റ് ഇതായിരുന്നു അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. സെക്കൻഡ് നോക്കി. ഇറ്റ് വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് എ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലറ്റേറിയറ്റ്. ഓക്കെ, നമുക്ക് ഇതെന്താണ് നോർമലി ഒരു എക്സ്ട്രീം സെൻറ്റൻസ് ആണ്. ഓക്കെ, കാരണം INC-യിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അവരിപ്പോൾ എന്താണ് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്താണ് ഒരിക്കലും ഏറ്റെടുക്കാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് അവർ ചിന്തിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആദ്യമേ വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ 2 തന്നെ എലിമിനേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യായിരുന്നു? 1 and 2 എലിമിനേറ്റ് ചെയ്യായിരുന്നു, അതുപോലെ 3 എലിമിനേറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അതുപോലെ 2 എലിമിനേറ്റ് ചെയ്യായിരുന്നു. വെയിറ്റ് ചെയ്യൂ. 1 and 2 അതുപോലെ എന്താണ് 1, 2, 3 ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ആദ്യമേ നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ 2 ഓപ്ഷൻ ഏതൊക്കെയാണ്? ഒന്ന് 3 only ആയിരിക്കണം, അല്ലെങ്കിൽ none ആയിരിക്കണം. അപ്പോൾ നമുക്ക് 3 only നോക്കാം എന്താണെന്ന്. ഇറ്റ് അഡ്വക്കേറ്റഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മൈനോറിറ്റീസ് ആൻഡ് ഒപ്രസ്ഡ് ക്ലാസ്സസ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് ചിലപ്പോൾ തോന്നും ഓക്കെ എന്താണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് മൈനോറിറ്റീസിനും അതുപോലെ എന്താണ് ഒപ്രസ്ഡ് ക്ലാസ്സിനും സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വന്നുകൂടെ എന്നുള്ള ഡൗട്ട് തോന്നാം. പക്ഷേ എന്താണ് അതിനെ അവരെന്താണ് ഒപ്പോസ് ചെയ്യാണ് ചെയ്തത്. കാരണം അവർ വിചാരിച്ചത് എന്താണ് ഇത് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് മൈനോറിറ്റീസിനും ഒപ്രസ്ഡ് ക്ലാസ്സിനും എന്താണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊണ്ടുവന്നാൽ അത് എന്തിന് കാരണമാവും? ഒരു ഡിവിഷന് അല്ലെങ്കിൽ എന്താണ് ആളുകൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ എന്താണ് ഒരു പാർട്ടീഷന് കാരണമാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1905
1945 ബംഗാൾ പാർട്ടീഷൻ നടന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ്, ആ ഒരു പാർട്ടീഷൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അറിയാം. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ടൈമിലും ഇങ്ങനെ എന്താണ് ആളുകളെ ഇങ്ങനെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് മൈനോറിറ്റീസിനും ഒപ്രസ്ഡ് ക്ലാസ്സിനും കൊടുത്താൽ എന്താണ്, അത് ഒരു ടൂളായിരിക്കും, ബ്രിട്ടീഷുകാർക്ക് നമ്മളെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് മാറുമെന്ന് എന്താണ് ഇവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവർ അതിനെ അഡ്വക്കേറ്റ് ചെയ്തിരുന്നില്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താണ് റോങ് ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ ഡി നണ്ണായിരിക്കും. ഓക്കെ, കാരണം മുകളിൽ പറയുന്ന ഒന്നും തന്നെ എന്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നില്ല, ഐഡിയാസ് ആയിരുന്നില്ല. ഓക്കെ, സോ അതാണ് 26 ക്വസ്റ്റ്യൻ. അപ്പോൾ ജസ്റ്റ് എന്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നോക്കുക, അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. മെയിനായിട്ട് എന്താണ് നമ്മൾ പറഞ്ഞു, അവർ എന്തിനാണ് ഡെമോക്രാറ്റിക് പരമായിട്ടുള്ള രീതിക്കാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ എന്താണ് കോൺഗ്രസിനുള്ളിൽ വേറെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക, എന്തൊക്കെയാണ് അവരുടെ റോള്, അവരുടെയൊക്കെ ഐഡിയോളജി എന്തായിരുന്നു, അതുകൂടി എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27. Consider the following statements. The Rajya Sabha has no power either to reject or to amend a money bill. Second statement, the Rajya Sabha cannot vote on demands for grants. And third statement, the Rajya Sabha cannot discuss the annual financial statement. Which of the statements given above is or are correct? Option A, 1 only. Option B, 1 and 2 only. Option C, 2 and 3 only. Option D, 1, 2 and 3. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാജ്യസഭയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് നമുക്കറിയാം, UPSC പൊളിറ്റിയിലെ ഒരു കോർ ഏരിയ ആണ് എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റ്, അതുപോലെ എന്താണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഇവരെല്ലാം. അപ്പോൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ രാജ്യസഭ മാത്രം നമ്മൾ നോക്കി പോകുന്നത്, രാജ്യസഭയുടെ കൂടെ തന്നെ എന്താണ് ലോക്സഭയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുക, അതുപോലെ പ്രസിഡന്റിനെ പറ്റിയുള്ള കാര്യങ്ങളും നോക്കി വയ്ക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, the Rajya Sabha has no power either to reject or amend money bill. ഓക്കെ, നമ്മൾ മണി ബില്ലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. മണി ബില്ലിൽ എന്താണ് രാജ്യസഭയ്ക്ക് ഒരു തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം മണി ബില്ല് ആർട്ടിക്കിൾ 110 ആണ് എന്ത് മണി ബില്ലിനെ പറ്റി പറയുന്നത്. ജസ്റ്റ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു പോകുന്നത് നമ്മളെന്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ആർട്ടിക്കിൾ ഓർമ്മിച്ച് വെച്ചാൽ എന്തായിരിക്കും പിന്നീട് നമുക്ക് ഈസി ആയിരിക്കും. ചില അത് മെയിൻസിനായാലും പ്രിലിംസിനായാലും എന്തായിരിക്കും ചിലപ്പോൾ ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്ന് നമുക്ക് എന്താണ് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് ആർട്ടിക്കിൾ കൂടി ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കറിയാം രാജ്യസഭയ്ക്ക് ഏതൊക്കെയാണ് നമ്മുടെ നോർമലി പറയുന്നുണ്ട് രാജ്യസഭയുടെ പവേഴ്സ് എന്തൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ കാര്യത്തിൽ ഇൻവോൾവ് ആവാം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, രാജ്യസഭ ഹാസ് നോ പവർ എയ്തർ ടു റിജക്റ്റ് ഓർ അമെൻഡ് മണി ബിൽ. ഓക്കെ, രാജ്യസഭയ്ക്ക് എന്താണ് മണി ബില്ല് റിജക്റ്റ് ചെയ്യാനോ അതുപോലെ എന്താണ് അമെൻഡ് ചെയ്യാനോ ഉള്ള അധികാരമില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ രാജ്യസഭ കനോട്ട് വോട്ട് ഓൺ ദ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. രാജ്യസഭയെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ രാജ്യസഭ കനോട്ട് ഡിസ്കസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് രാജ്യസഭയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമുക്കറിയാം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ബഡ്ജറ്റ് സെക്ഷൻ്റെ ഒക്കെ ഇതിലെന്താണ് രാജ്യസഭയ്ക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ള ആ ഒരു അവകാശമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതൊക്കെയാണ് 1 and 2 ഓൺലി. ഓപ്ഷൻ ബി 1 and 2 ഓൺലി. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ രാജ്യസഭയെ വെച്ച് നോക്കുമ്പോൾ എന്താണ് രാജ്യസഭയുടെ പവേഴ്സിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് എന്തൊക്കെയാണ് രാജ്യസഭയുടെ പവേഴ്സ്, അത് നമുക്കിപ്പോൾ 3 തന്നെ തിരിക്കാം. രാജ്യസഭയുടെ പവേഴ്സ് ഫസ്റ്റ് എന്താണ് ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് ലോക്സഭ. ലോക്സഭയായിട്ട് രാജ്യസഭയ്ക്ക് എന്താണ് ഈക്വൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതുപോലെ എന്താണ് അൺഈക്വൽ സ്റ്റാറ്റസ് വിത്ത് ലോക്സഭ. ചില കാര്യങ്ങളിൽ എന്താണ് ലോക്സഭയ്ക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലോക്സഭയ്ക്കായിരിക്കും കൂടുതൽ പവർ വരുന്നത്. അപ്പോൾ അതെന്താണ്, അതുകൂടാതെ എന്താണ് ഫൈനലി വരുന്നത് സ്പെഷ്യൽ പവേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ സ്പെഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണ് അതുകൂടി നമ്മൾ നോക്കി വയ്ക്കുക. അത് നമുക്കറിയാം എന്തൊക്കെയാണ്. ഈ ഓൾ ഇന്ത്യ സർവീസ് നമ്മളിപ്പോൾ എന്താണ് UPSC പോലുള്ള എക്സാമുകൾ ട്രാക്ക് ചെയ്യുന്ന എന്താണ് ഓൾ ഇന്ത്യ സർവീസിലും മറ്റുമൊക്കെ കയറാനായിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ എന്താണ് സ്റ്റേറ്റ് സബ്ജക്റ്റിൽ വരുന്ന ലിസ്റ്റുകളിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരായിരിക്കും, ഈ രാജ്യസഭയായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ് രാജ്യസഭയുടെ സ്പെഷ്യലായിട്ടുള്ള പവേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് 1 and 2 ഓൺലി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28th ക്വസ്റ്റ്യൻ. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ക്ലിയർലി ഡിഫൈൻസ്. അപ്പോൾ എന്താണ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ഓക്കെ, ഇത് നമ്മൾ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നത് ഏതാണ്, മൊണ്ടേഗ്-ചെൽഫോൺ റിഫോംസ്. നോക്കി ഓപ്ഷൻ എ, ദ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ ജുഡീഷ്യറി ആൻഡ് ദ ലെജിസ്ലേച്ചർ.
ഓപ്ഷൻ ബി ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റ്സ്. ഓപ്ഷൻ സി the powers of the Secretary of States for India and the Viceroy. Option D, none of the above. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഡിഫൈൻ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എന്താണ് പഠിച്ചു വെച്ച ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. ഓക്കെ, ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നോക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് ബാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടും കൂടെ നോക്കി പോവുക. നമുക്കറിയാം ഏതുകൊണ്ടാണ് 1858 ഉണ്ട്, അതുപോലെ എന്താണ് 1909 ഉണ്ട്, 1919 ഉണ്ട്. 1919 നമ്മൾ ഏതെന്ന് പറയുന്നത് മൊണ്ടേഗോ ചെൽഫോം റിഫോംസ്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിലാണ് എന്തൊക്കെ നമ്മുടെ ഡയാർക്കി, പ്രൊവിൻഷ്യലിൽ ഡയാർക്കി എന്നുള്ള സിസ്റ്റമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏതിലാണ്? ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലാണ് ആഡ് ചെയ്തത്. അതുപോലെ 1935 ഉണ്ട്. ഓക്കെ, 1919 അതുപോലെ 1935 എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, 1919 1935. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇതെന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതുപോലെ അതിൻ്റെ ബാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകളെല്ലാം നോക്കി വയ്ക്കുക. അതിൽ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഓരോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലും എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ എന്താണ് 1919 1935 എന്താണ് ജസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിച്ചു വയ്ക്കുക നല്ലതാണ്. നെക്സ്റ്റ് 29th ക്വസ്റ്റ്യൻ. Which of the following brings out the consumer price index number for industrial workers? Okay, consumer price index number for industrial workers. ഓപ്ഷൻ എ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്. ഓപ്ഷൻ സി ദ ലേബർ ബ്യൂറോ. ഓപ്ഷൻ ഡി ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ ഇതിൽ ഏതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നമുക്ക് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള വഴിയല്ല. ഇതിൽ ആൻസർ ഏതാണ്? ദ ലേബർ ബ്യൂറോ ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് ലേബർ ബ്യൂറോയിലോട്ട് പോകാം. പക്ഷെ അതുപോലെ എന്താണ് എക്കണോമിക് അഫയേഴ്സ് വരുന്നുണ്ട്, RBI വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്താണ് ഈ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ലേബർ ബ്യൂറോ ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു വാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒന്ന് ഏതാണ്? ഈ ലേബർ ബ്യൂറോ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ആൻസറായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം RBIയുടെ ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. RBIക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ രാജ്യത്തെ മൊണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് എല്ലാ കാര്യത്തിലും എന്താണ് അഡ്വൈസുകൾ കൊടുക്കുന്നതായാലും അല്ലെങ്കിൽ അതിനെയൊക്കെ ഡീൽ ചെയ്യുന്നതായാലും അതെല്ലാം എന്താണ് RBI ആണ്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിൻ്റെ കാര്യം എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ നോക്കുന്നത്? അതായത് നമ്മുടെ എക്കണോമിക് പോളിസി, ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് പോളിസി കാര്യങ്ങൾ അതെല്ലാം ഡീൽ ചെയ്യുന്നത് ആരാണ്? ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്. അവരാണ് എന്ത് രാജ്യത്തിൻ്റെ എക്കണോമിക് പോളിസി നോക്കുന്നത്. അതുപോലെ എന്താണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ്. ഓക്കെ, എല്ലാ വർഷവും യൂണിയൻ ബഡ്ജറ്റ് നടത്താറുണ്ട്. അപ്പം എന്താണ് ഈ യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളും എല്ലാം ആരാണ്? ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിനാണ്. അതുകൂടാതെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അത് റെഗുലേറ്റ് ചെയ്യുന്നു. ദെൻ ഇന്ത്യയുടെ റിലേഷൻ വിത്ത് വേൾഡ് ബാങ്ക്, IMF ഇതെല്ലാം ആരാണ് ഡീൽ ചെയ്യുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൂടി ജസ്റ്റ് എന്താണ് നോക്കി വയ്ക്കുക. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്. RBIയുടെ ഫങ്ഷൻസ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ലേബർ ബ്യൂറോയുടെ നമ്മൾ പറഞ്ഞു എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, അതാരാണ്? ഈ ലേബർ ബ്യൂറോ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വരുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. അവരുടെ എന്തൊക്കെയാണ് റോൾ, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അവർ മെയിനായിട്ട് എന്താണ് നമ്മുടെ സിവിൽ സർവീസ് റിക്രൂട്ട്മെൻറ്റ്സ്, അതുപോലെ എന്താണ് പോളിസീസ് റിലേറ്റഡ് ടു റിക്രൂട്ട്മെൻറ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് സർവീസ് കണ്ടീഷൻസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ട്രാൻസ്ഫർ ആയാലും അല്ലെങ്കിൽ എന്താണ് അവരുടെ സർവീസ് കണ്ടീഷൻസ് ആയാലും അവരുടെ റിക്രൂട്ട്മെൻറ്റ് ആയാലും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി ഇതെല്ലാം ആരാണ് നോക്കുന്നത്? ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ് നോക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോർമലി അതിൽ വരുന്ന ബാക്കി ഓപ്ഷൻ എന്തൊക്കെയാണ്? അവരുടെ ബാക്കി ഓപ്ഷനിൽ വരുന്നവരുടെ റോൾസ് അല്ലെങ്കിൽ അവരുടെ എയിംസ് അല്ലെങ്കിൽ അവരുടെ വർക്ക്സ് ഒക്കെ എന്താണെന്ന് കൂടി നോക്കി പോവുക. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ദ ലേബർ ബ്യൂറോ, ആൻസർ ഓപ്ഷൻ സി ആണ്, ദ ലേബർ ബ്യൂറോ ആണ്. പക്ഷേ അതേസമയം നമ്മൾ എന്താണ് RBI പറ്റിയും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിനെ പറ്റിയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്ങിനെ പറ്റിയും അവരുടെ റോൾസിനെ പറ്റിയും അവരുടെ ഫങ്ഷൻസിനെ പറ്റിയും കൂടെ എന്താണ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 30ാമത്തെ ക്വസ്റ്റ്യനാണ്.
In the context of modern scientific research, consider the following statements about ice cube, a particle detector located at South Pole, which was recently in the news. അതായത് ആ ടൈമിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഐസ് ക്യൂബ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കൽ ഡിറ്റക്ടർ അത് സൗത്ത് പോളിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? It is the world's largest neutrino detector encompassing a cubic kilometer of ice. Second statement, it is a powerful telescope to search for dark matter. Third statement, it is buried deep in the ice. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ 1, 2 and 3 ആണ്. അതായത് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, കാരണം ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളതാണ് ഈ ഒരു മേഖലയിൽ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ ഒരു വേർഡ് നോക്കി, ന്യൂട്രിനോ ഡിറ്റക്ടർ. ഓക്കെ, എന്താണ് ന്യൂട്രിനോ ഡിറ്റക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു സ്പെസിഫിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡിറ്റക്ട് ടു ഡിസൈൻ ടു ഡിറ്റക്ട് ന്യൂട്രിനോസ്. ഓക്കെ, ന്യൂട്രിനോസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു എക്സ്ട്രീംലി സ്മോൾ ആയിട്ടുള്ള ന്യൂട്രൽ വാല്യൂ, അല്ലെങ്കിൽ എന്താണ് അതിൽ ഇലക്ട്രിക് ചാർജ് ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂട്രിനോ ഡിറ്റക്ടർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ന്യൂട്രിനോസ് ഡിറ്റക്ട് ചെയ്യാനുള്ള. അപ്പോൾ എന്താണ് ന്യൂട്രിനോസ് എന്ന് നോക്കുക. ന്യൂട്രിനോസ് എന്ന് വെച്ചാൽ ന്യൂട്രൽ ചാർജുള്ള ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഓക്കെ, ഒരു സ്പെസിഫിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രിനോ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂട്രിനോസ് എന്താണ്? നമുക്ക് ഒരുപാട് ഇതിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ സണ്ണ്, ഓക്കെ, സണ്ണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ ന്യൂക്ലിയർ റിയാക്ഷൻസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സൂപ്പർനോവ എക്സ്പ്ലോഷൻ, ഇതിലൂടെ എല്ലാം എന്താണ് ഈ ന്യൂട്രിനോസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു തിങ് ആണത്. അതുകൊണ്ട് എന്താണ് നമുക്ക് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. ഓക്കെ, ദേ ആർ വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്റ്റ് ആണ്. അതുകൂടാതെ എന്താണ്? ബില്യൺസ് ഓഫ് ന്യൂട്രിനോസ് പാസ് ത്രൂ അവർ ബോഡി എവറി സെക്കൻഡ്. ഒക്കെ ഓരോ സെക്കൻഡിലും എന്താണ് നമ്മുടെ ബോഡിയിൽ കൂടെ തന്നെ എന്താണ് ബില്യൺസ് ഓഫ് ന്യൂട്രിനോസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, ബട്ട് അത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് എന്താണ് വളരെ ടാസ്ക് പിടിച്ചുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സോ ഓപ്ഷൻ ഇവിടെ വരുന്നത് ഏതാണ്? നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, ഐസ് ക്യൂബ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ന്യൂട്രിനോ ഡിറ്റക്ടർ ആണ്, എൻകമ്പോസിങ് എ ക്യൂബിക് കിലോമീറ്റർ ഓഫ് ഐസ്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് എ പവർഫുൾ ടെലിസ്കോപ്പ് ടു സെർച്ച് ഫോർ ഡാർക്ക് മാറ്റർ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ തേർഡ് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബറിഡ് ഡീപ്പ് ഇൻ ദ ഐസ്. ഓക്കെ, സോ 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇവിടെ ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കുക. ഓക്കെ, ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യനിലായിട്ട് വരുന്നതാണ്. ബട്ട് കറണ്ട് അഫയേഴ്സിൽ അന്ന് നോക്കിയിട്ടുള്ളവർക്ക് എന്തായിരിക്കും സിമ്പിളായിട്ട് അതിന് ആൻസർ ചെയ്തായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31. ദ ടേംസ് എഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ, എഗ്രിമെൻറ്റ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് ആൻഡ് പീസ് ക്ലോസ് appear in the news frequently in the context of affairs of the option A, Food and Agriculture Organization, option B, UNFCCC, option C, World Trade Organization, option D, United Nations Environment Program. ഓക്കെ, നമുക്കിതിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ലോജിക്ക് വെച്ച് എലിമിനേറ്റ് ചെയ്യുന്നത് നോക്കാം എങ്ങനെയാണെന്ന്. എപ്പോഴും അത് ശരിയാവണമെന്നില്ല, ബട്ട് നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് 3 ടേംസ് ആണ് കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? എഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ, ദെൻ എഗ്രിമെൻറ്റ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്, ദെൻ തേർഡ് വരുന്നത് എന്താണ്? പീസ് ക്ലോസ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന എഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ ആണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ എഗ്രിമെൻറ്റ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ഇതിൽ ഏതെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ രണ്ടാമത്തെ വരുന്നത് നമുക്ക് അഗ്രിമെൻറ്റിന് അഗ്രികൾച്ചർ ഓക്കെ അതിൽ റിലേറ്റഡ് ആവുന്നുണ്ട്. പക്ഷേ രണ്ടാമത് വരുന്നത് നോക്കി, എഗ്രിമെൻറ്റ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്. അതിപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനിൽ വരണമെന്നില്ല, അതുപോലെ പീസ് ക്ലോസും അതിൽ വരണമെന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ എന്താണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, എപ്പോഴും ഇത് ശരിയാവണമെന്നില്ല, ബട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് ശരിയായിട്ട് നമുക്ക് നോക്കാം. സെക്കൻഡ് നോക്കി, UNFCCC, അതായത് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള UN ഒരു ബോഡിയാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് എന്താണ് ഒരുപാടൊന്നും വരുന്നില്ല, വേറെ ഒന്നും എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് വെച്ച് റിലേറ്റഡ് ആവുന്നില്ല. സോ അങ്ങനത്തെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇത് എടുത്താൽ ഓക്കെ, ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഒരുപാട് ആലോചിച്ചാൽ ചിലപ്പോൾ അത് ശരിയാവത്തില്ല. പക്ഷേ നമ്മൾ ബേസിക് ആയിട്ട് എടുത്താൽ എന്താണ് സിമ്പിളായിട്ട് നമുക്ക് എന്താണ് അതും അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും.
ഇനി തേർഡ് നോക്കി UN എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം. ഓക്കെ, UNEP ആണ് തേർഡ് പറയുന്നത്, അല്ല ഫോർത്ത് പറയുന്നത്, ഓപ്ഷൻ ഡി പറയുന്നത്. അപ്പം UNEP എന്താണ്, എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലും എന്താണ് ഈ പറയുന്ന പോലെ എന്താണ് പീസ് ക്ലോസ് ആയാലും അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ആയാലും എന്താണ് വരാം, പക്ഷെ എന്താണ് ഒരുപാട് എന്താണ് വരാനായിട്ടുള്ള ചാൻസ് കുറവാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും എലിമിനേറ്റ് ചെയ്യില്ല, ആ ഒരു ഓപ്ഷൻ എന്താണ് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആൻസർ ഏതായിരിക്കും, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ 31ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കാരണം മൂന്നും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അതിൽ ഏറ്റവും എന്താണ് ആക്യുറേറ്റ് ആയിട്ട് നോക്കാനായിട്ട് നമുക്ക് പറ്റില്ല, കാരണം മൂന്ന് കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് അങ്ങനത്തെ ആ ഒരു ഇത് എലിമിനേറ്റ് ചെയ്തിട്ട് പുറത്തുനിന്ന് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വേറെ എങ്കിലും ഒന്ന് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെന്താണ് ആൻസറായിട്ട് എഴുതാം. ഓക്കെ, എപ്പോഴും ശരിയാവത്തില്ല, പക്ഷേ ഇടയ്ക്ക് എന്താണ് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഒട്ടും ആൻസർ അറിയത്തില്ലെങ്കിൽ എന്താണ് ഈ ഒരു എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. With reference to near field communication NFC technology, which of the following statement is or are correct? It is a contactless communication technology that uses electromagnetic radio fields. Second one, NFC is designed for use by devices which can be at distance of even a meter from each other. Third statement, NFC can use encryption when sending sensitive information. Okay, so ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 3 ഓൺലി, ഓപ്ഷൻ സി 1 and 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നോക്കി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നിയർ ഫീൽഡ്, അപ്പോൾ ആ ഒരു വേർഡ് യൂസ് ചെയ്തോളൂ, നിയർ ഫീൽഡ്. ഫസ്റ്റ്, ഇറ്റ് ഈസ് എ കോൺടാക്ട്ലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ദാറ്റ് യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയോ ഫീൽഡ്സ്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയോസ് എന്താണ് അടുത്ത് നിയർ ആയിട്ട് നിൽക്കുന്ന ഐറ്റംസിന് എന്താണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയോ യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നടത്താനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ നമ്മൾ ആലോചിക്കുന്നത് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവാൻ ചാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയോ ഫീൽഡ്സ് യൂസ് ചെയ്യാം, കാരണം എന്താണ് നിയർ ഫീൽഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയോ വേണമെങ്കിൽ എന്താണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമ്മൾ ശരിയാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, NFC is designed for use by devices which can be at a distance of even a meter from each other. ഓക്കെ, 1 മീറ്റർ ഡിസ്റ്റൻസ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം അത്രയും ഒരു ഡിസ്റ്റൻസ് ഒന്നും എന്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ എന്തായിരിക്കും ഒരു എറർ എന്നല്ല, ഒരു ആക്യുറസി കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈവൻ എ മീറ്റർ ഫ്രം ഈച്ച് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് വേണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രീം ലെവലിൽ എടുക്കുകയും ചെയ്യാം, എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അങ്ങനെ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എലിമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ നോക്കുന്നത് നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് വീണ്ടും കളയാൻ പറ്റും? ഓപ്ഷൻ എ 1 and 2 ഓൺലി കളയാം, അതുപോലെ ഓപ്ഷൻ ഡി 1, 2 and 3 കളയാം. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി 1 and 3 ഓൺലി ആയിരിക്കും. കാരണം ലാസ്റ്റ് വരെ നോക്കിയാൽ NFC ക്യാൻ യൂസ് എൻക്രിപ്ഷൻ വെൻ സെൻഡിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. കാരണം ഇങ്ങനെ ഒരു കാര്യം നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് എന്തെങ്കിലും യൂസ് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു യൂസാണ് ഏത് പറയുന്നത് ഈ എൻക്രിപ്ഷൻ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ് നമുക്ക് ഇതുവഴി അയക്കാനായിട്ട് സാധിക്കും. സോ ആ ഒരു എലിമിനേഷൻ വെച്ചാണ് നമ്മൾ 1ഉം 3ഉം ഓക്കെ 1 and 3 ആണ് കറക്റ്റ് എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എലിമിനേഷൻ ട്രിക്ക് വെച്ച് നമുക്ക് നോക്കാം. എപ്പോഴും ഇത് ശരിയാവണമെന്നില്ല. നോർമലി ഇവിടെ വരുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് എന്താണ്, നമുക്ക് 1 മീറ്റർ ഒന്നും മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇതെന്താണ് ഏകദേശം 1 സെൻറ്റിമീറ്റർ. ഓക്കെ, സെൻറ്റിമീറ്ററാണ് ഇത് വരുന്നത്. ഓക്കെ, സെൻറ്റിമീറ്റർ ഡിഫറൻസ് മാത്രമാണ് വരുന്നത്, ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് അല്ല, മീറ്ററിൻ്റെ ഡിഫറൻസ് വരുന്നില്ല. ഓക്കെ, ഇവിടെ സെൻറ്റിമീറ്ററാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് എന്താ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഓക്കെ, നെക്സ്റ്റ് 33 നോക്കാം. The area known as Golan Heights sometimes appear in the news in the context of the events related to ഏത് ഭാഗമായിട്ടില്ല നമ്മുടെ ഏത് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഇവൻ്റാണ് ഏത് ഈ ഗോളൻ ഹൈറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ് ആൻസർ എന്ന് മനസ്സിലാവും. ഏതായിരിക്കും? മിഡിൽ ഈസ്റ്റ് ആയിരിക്കും. ഓക്കെ, കാരണം ഇസ്രായേൽ അതുപോലെ എന്താണ് സിറിയ, ലെബനൻ, ജോർദാൻ ആ ഒരു ഏരിയ ഇതെല്ലാം കൂടി ചേർന്ന് എന്താണ് മിഡിൽ ഈസ്റ്റ് ആണ്. ഇവിടെ ഉള്ളതാണ് എന്ത് ഗോളൻ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതേതാണ് അണ്ടർ ഇസ്രായേലി കൺട്രോളാണ്, ഇസ്രായേലി കൺട്രോളിലാണ് ഉള്ളത്. എന്താണ് ഈ ഗോളൻ ഹൈറ്റ് എന്ന് പറയുന്നത്? ഇതൊരു ഹില്ലി ഏരിയ ആണ്. ഓക്കെ, 1200 സ്ക്വയർ കിലോമീറ്റർ
1200 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു റോക്കി പ്ലേറ്റു. ഓക്കെ, നമ്മുടെ സൗത്ത് വെസ്റ്റ് സിറിയ ആയിട്ടാണ്. സൗത്ത് വെസ്റ്റ് സിറിയ, അതായത് സിറിയ ഇവിടെ ഉണ്ട്. അപ്പോൾ സിറിയയുടെ സൗത്ത് വെസ്റ്റ് ആയിട്ട് 1200 സ്ക്വയർ കിലോമീറ്ററിലുള്ള ഒരു ഹില്ലി പ്ലേറ്റു ഏരിയയാണ് ഏതെന്ന് പറയുന്നത് ഈ ഗോളൻ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി 2011 മുതൽ 2019 വരെ എന്താണ് സിറിയൻ വാറൊക്കെ നടന്നിരുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മാപ്പിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോവാം നമുക്ക് 34. Convertibility of rupee implies option A, being able to convert rupee notes into gold. B, allowing the value of rupee to be fixed by market forces. Option C, freely permitting the conversion of rupee to other currencies and vice versa. Option D, developing an international market for currencies in India. ഓക്കെ, അപ്പോൾ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെന്നാണ് ചോദിക്കുന്നത്, നമുക്ക് ഫാക്ട് അറിയണം ഇത് എന്താണെന്ന്. ഓക്കെ, ഇതിൻ്റെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇതിൽ നമുക്ക് ആലോചിക്കുന്നത് എന്താണ്, ബീങ് ഏബിൾ ടു കൺവേർട്ട് റുപ്പി നോട്ട്സ് ഇൻ ടു ഗോൾഡ്. കൺവെർട്ടബിലിറ്റി ഓഫ് റുപ്പിയാണ്. ഓക്കെ, റുപ്പിയുടെ കൺവെർട്ടബിലിറ്റി ഇംപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ബീങ് ഏബിൾ ടു കൺവേർട്ട് റുപ്പി നോട്ട്സ് ഇൻ ടു ഗോൾഡ് വേണമെങ്കിൽ ശരിയാക്കാം. പക്ഷേ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഉണ്ടാകും നോക്കാം. allowing the value of rupee to be fixed by market forces. ഓക്കെ, അതെന്താണ്, കൺവെർട്ടബിലിറ്റി അല്ല. ഓക്കെ, ഫിക്സഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ആദ്യമേ നമ്മളിവിടെ കൺവെർട്ടബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് എന്ന് പറയുമ്പോൾ നോർമലി എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഓപ്ഷൻ സി നോക്കി, ഫ്രീലി പെർമിറ്റിംഗ് ദ കൺവേർഷൻ ഓഫ് റുപ്പി ടു അതർ കറൻസീസ് ആൻഡ് വൈസ് വെർസ. അപ്പോൾ അത് എന്താണ് വേണമെങ്കിൽ നമുക്ക് ശരിയായിട്ട് നോക്കാം. ലാസ്റ്റ് എന്താണ്, ഡെവലപ്പിംഗ് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഫോർ കറൻസീസ് ഇൻ ഇന്ത്യ. അതെന്താണ് കൺവെർട്ടബിലിറ്റിയിൽ വരുന്നില്ല, വരാം, പക്ഷേ എന്താണ് അത്രയും ഒരു ആക്യുറസി വരുന്നില്ല. കാരണം നമുക്ക് അതിനെക്കാട്ടി ആക്യുറേറ്റ് ആയിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 2 ഓപ്ഷനാണ്, ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ആണ്. അപ്പോൾ അതിൽ ഏതാണ് കൂടുതൽ ഇതുമായിട്ട് ഇംപ്ലൈ ചെയ്യുന്നത് നോക്കുക. ഓപ്ഷൻ എ എന്താണ്, ബീങ് ഏബിൾ ടു കൺവേർട്ട് റുപ്പി നോട്ട്സ് ഇൻ ടു ഗോൾഡ്. ഓക്കെ, റുപ്പി നോട്ട്സിനെ ഗോൾഡിലോട്ട് കൺവേർട്ട് ചെയ്യുക, ആ ഒരു മാത്രമേ പറയുന്നുള്ളൂ. ഇതിനെ കൺവെർട്ടബിലിറ്റി ഓഫ് കറൻസി എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അതെന്താണ് കൺവെർട്ടബിലിറ്റി ഓഫ് റുപ്പീസിൽ വരുന്നില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ഓപ്ഷൻ സി ആണ്, ഫ്രീലി പെർമിറ്റിംഗ് ദ കൺവേർഷൻ ഓഫ് റുപ്പി ടു അതർ കറൻസീസ് ആൻഡ് വൈസ് വെർസ. ഓക്കെ, നമ്മുടെ റുപ്പി കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് വേറെ ഏതെങ്കിലും ഒരു കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നതായിരിക്കും എന്ത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, റുപ്പിയെ കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്, നമുക്കിപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ എന്താണ് വേറെ കമ്മോഡിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഇന്ത്യക്കകത്ത് തന്നെ ഉള്ളതെന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താണ് റുപ്പിയെ വേറൊരു കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് തിരിച്ച് വേറൊരു കറൻസിയെ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, ആ ഒരു ഇതാണെന്ത് ഇവിടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നത്. സോ അതുകൊണ്ട് എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിഡീവൽ ഇന്ത്യൻ സ്റ്റേറ്റ്സും അതിൻ്റെ പ്രസൻറ്റ് റീജിയനുമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് മിഡീവൽ ഇന്ത്യൻ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫാക്ട് ബേസ്ഡ് ആണ്. നമുക്ക് കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഇതെന്താണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ആൻസർ ചെയ്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ചമ്പക സെൻട്രൽ ഇന്ത്യ, അതുപോലെ ദുർഗാര ജമ്മു, അതുപോലെ കുലൂത്ത മലബാർ. അപ്പോൾ ഏത് പേരാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നോക്കി 1 and 2, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 3 only. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ശരിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ സ്ഥലങ്ങളും അതുപോലെ എന്താണ് മിഡീവൽ ഇന്ത്യൻ സ്റ്റേറ്റ്സും അതിൻ്റെ പ്രസൻറ്റ് റീജിയനും അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ശരിയാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, 2 only മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം എന്താണ് റോങ് ആൻസർ ആണ്. ഓക്കെ, 2 only ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്, അതായത് ദുർഗാര ജമ്മുവിലാണ്. ഇനി അത് നോക്കി, ചമ്പക എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ ഇന്ത്യ അല്ല, അത് നമ്മുടെ പ്രസന്റ് ഡേ ചമ്പ ഡിസ്ട്രിക്റ്റ് ഇവിടെ ഹിമാചൽ പ്രദേശിലാണ് ഏത് വരുന്നത്, ഹിമാചൽ പ്രദേശിലാണ് വരുന്നത്. ഏത് ചമ്പക എന്ന് പറയുന്നത് സെൻട്രൽ ഇന്ത്യയിലല്ല. ഓക്കെ, സെൻട്രൽ ഇന്ത്യ അല്ല, പകരം ഏതാണ് ഹിമാചൽ പ്രദേശാണ് വരുന്നത്. അതുപോലെ കുലൂത്ത എന്ന് പറയുന്നത് എന്താണ് മലബാർ റീജിയനിലല്ല വരുന്നത്, അതെവിടെയാണ് പ്രസന്റ് ഡേ ഹിമാചൽ പ്രദേശ്. ഓക്കെ, പ്രസന്റ് ഡേ ഹിമാചൽ പ്രദേശിലെ കുളു വാലി ആ ഒരു റീജിയനിലാണ് അതും വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ചമ്പക വരുന്നത് എവിടെയാണ്, ചമ്പ ഡിസ്ട്രിക്റ്റ് ഹിമാചൽ പ്രദേശ്. അതുപോലെ എന്താണ് കുലൂട്ട വരുന്നത് മലബാർ റീജിയനിലല്ല, അത് എന്താണ് പ്രസന്റ് ഡേ കുളു വാലി ഹിമാചൽ പ്രദേശിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മിഡീവൽ ഇന്ത്യ. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് മിഡീവൽ ഇന്ത്യ സ്റ്റേറ്റ്സും അതുപോലെ എന്താണ് പ്രസന്റ് റീജിയനും നമ്മൾ നോക്കി. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ബാക്കി ഇതുപോലെ വരുന്ന വേറെയും കുറച്ച് എന്താണ് സ്റ്റേറ്റ്സും അതുപോലെ എന്താണ് അതിൻ്റെ പ്രസന്റ് റീജിയനും കൂടെ നോക്കി വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതുപോലുള്ള മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. 36. Consider the following rivers.
വംശധാര, ഇന്ദ്രാവതി, പ്രാണഹിത, പെന്നാർ. വിച്ച് ഓഫ് ദ എബോ ആർ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗോദാവരി? അപ്പോൾ ഇതിൽ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നു. 1, 2, 3, 2, 3, 4, 1, 2, 4, 2, 1, 3. അപ്പോൾ ഇതിൽ ഏതാണ് ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്താനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 2, 1, 3 ആണ്. ബാക്കിയെല്ലാം എന്താണ്? റോങ് ആണ്. ഓക്കെ, ആൻസർ ഡി 2, 1, 3 ആണ്. ഏതൊക്കെയാണ്? ഇന്ദ്രാവതിയും അതുപോലെ എന്താണ്? പ്രാണഹിതയാണ് ഏത്? നമ്മുടെ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വംശധാര ഏതിൻ്റെ ട്രിബ്യൂട്ടറിയാണ്? വംശധാര എന്ന് പറയുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് റിവറാണ്. ഓക്കെ, അതായത് ഋഷികുല്യ അതുപോലെ ഗോദാവരി ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഈസ്റ്റ് ഫ്ലോയിങ് ഋഷികുല്യയ്ക്കും അതുപോലെ എന്താണ്? ഗോദാവരിക്കും ഇടയിലുള്ള ഋഷികുല്യയ്ക്കും ഗോദാവരിക്കും ഇടയിലുള്ള ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവറാണ് ഏതെന്ന് പറയുന്നത് ഈ വംശധാര എന്ന് പറയുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ, അതുപോലെ ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് പോകുന്നത്? ഒഡീഷ, അതുപോലെ തന്നെ എന്താണ്? ആന്ധ്രാപ്രദേശ്. ഈ 2 സ്റ്റേറ്റിൽ കൂടെയും പോകുന്ന റിവറാണ് ഏതെന്ന് പറയുന്നത് ഈ വംശധാര എന്ന് പറയുന്നത്. ഓക്കെ, ഋഷികുല്യയ്ക്കും അതുപോലെ ഗോദാവരിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്, ഗോദാവരിക്കും ഇടയിലായിട്ട് പോകുന്നതാണ്, ഒഴുകുന്നതാണ്. ഏതൊക്കെ സ്റ്റേറ്റ് കവർ ചെയ്യുന്നുണ്ട്? ഒഡീഷയും അതുപോലെ എന്താണ്? ആന്ധ്രാപ്രദേശും കവർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? പെന്നാറാണ്. പെന്നാർ എവിടെയാണ്? നമ്മുടെ കർണാടക റീജിയനിൽ, കർണാടക ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കർണാടക ഡിസ്ട്രിക്റ്റിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എവിടെ നിന്നാണ്? ചിക്കബല്ലപുര. ഓക്കെ, ചിക്കബല്ലപുര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റൈസ് ചെയ്യുന്നതാണ്. കർണാടകയും അതുപോലെ തന്നെ എന്താണ്? ആന്ധ്രാപ്രദേശിനെയും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കർണാടക അതുപോലെ എന്താണ്? ആന്ധ്രാപ്രദേശ് ഈ 2 സ്റ്റേറ്റിനെയും കവർ ചെയ്ത് പോകുന്നതാണ് ഏത്? പെന്നാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഗോദാവരി നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിവറാണ് ഏത്? ഗോദാവരി പറയുന്നത്. നമ്മുടെ ദക്ഷിണ ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ ഗോദാവരി റിവറിനെയാണ്. അതുകൂടാതെ എന്താണ്? ഗോദാവരി വീണ്ടും ഒരു എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗോദാവരി നമ്മുടെ മഹാരാഷ്ട്രയിലെ നാസിക്. ഓക്കെ, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ത്രയംബകേശ്വര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് റൈസ് ചെയ്യുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയിൽ നാസിക്കിലെ ത്രയംബകേശ്വരയിൽ നിന്നാണ് ഗോദാവരി റിവർ റൈസ് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റേറ്റ്സിനെ കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഏതാണ്? മഹാരാഷ്ട്ര, അതുപോലെ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ദെൻ പാർട്ട് ഓഫ് മധ്യപ്രദേശ്, കർണാടക. ഇതിനെല്ലാം എന്താണ്? നമ്മുടെ ഗോദാവരി റിവർ കവർ ചെയ്താണ് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? പെനിൻസുല റിവറാണ് ഏറ്റവും വലുതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോദാവരി റിവറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. When a bill is referred to a joint sitting of both the House of Parliament, it has to be passed by option A, simple majority of members present and voting, option B, 3/4 majority of members present and voting, option C, 2/3 majority of the houses, option D, absolute majority of the houses. ഓക്കെ, ആദ്യമേ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് വായിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാം. 3/4 മെജോറിറ്റിയും അതുപോലെ എന്താണ്? അബ്സല്യൂട്ട് മെജോറിറ്റി. അത് രണ്ടും എന്താണ്? നമ്മളിങ്ങനെ ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വായിച്ചില്ല. പിന്നെ പറയുന്നത് ഏതാണ്? 2/3 മെജോറിറ്റി ഓഫ് ദ ഹൗസസും അതുപോലെ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങും. അപ്പോൾ ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇപ്പോൾ രാജ്യസഭയിൽ ലോക്സഭയിൽ എന്താണ്? 2 പേരും കൂടെ പാസ്സാകാത്ത കാര്യം എന്താണ്? ജോയിൻറ്റ് സിറ്റിങ്ങിലേക്ക് നടത്തുന്നു. അപ്പോൾ അവിടെ എന്താണ്? മെജോറിറ്റി എന്താണ്? 2/3 മെജോറിറ്റിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. നോർമലി എന്താണ്? ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ്? ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ, സിമ്പിൾ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് സിറ്റിംഗ് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ജോയിൻറ്റ് സിറ്റിങ്ങിൽ വരുന്നത്, അല്ലെങ്കിൽ ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് നോക്കി വയ്ക്കുക. ആരാണ് ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്? സ്പീക്കർ ആയിരിക്കും. ലോക്സഭ സ്പീക്കർ ആയിരിക്കും എപ്പോഴും ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. അതുപോലെ അത് ആരായിരിക്കും കോൾ ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് ജോയിൻറ്റ് സിറ്റിങ്ങിന് വേണ്ടി കോൾ ചെയ്യുന്നത്. പ്രസിഡന്റ് വിളിച്ചാണ് ജോയിൻറ്റ് സിറ്റിംഗ് ചേർക്കുന്നത്. സ്പീക്കർ ആയിരിക്കും അതിനെ പ്രിസൈഡ് ചെയ്യുന്നത്. പിന്നെ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഏതാണ്? മണി ബില്ല്, ആർട്ടിക്കിൾ 110 വരുന്ന മണി ബില്ലും, അതുപോലെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിൾ 368. ഇത് രണ്ടും നമുക്ക് എന്താണ്? ജോയിൻറ്റ് സിറ്റിംഗ് വഴി പാസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇത് രണ്ടും എന്താണ്? സെപ്പറേറ്റ് സിറ്റിംഗ് തന്നെ വേണം. ഏതാണ്? മണി ബില്ലും അതുപോലെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലും. ഓക്കെ, മണി ബിൽ ആർട്ടിക്കിൾ 110, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആർട്ടിക്കിൾ 368. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അമെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ്? നമുക്ക് ജോയിൻറ്റ് സിറ്റിങ്ങിൽ പറ്റത്തില്ല. ഇനി സ്പീക്കറിൻ്റെ ആബ്സെൻറ്റിൽ ആരായിരിക്കും ജോയിൻറ്റ് സിറ്റിംഗ് ചെയ്യുന്നത്? ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ആബ്സെൻറ്റിൽ ആരായിരിക്കും? ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ആയിരിക്കും. ചെയർമാൻ ഓഫ് രാജ്യസഭ ഒരിക്കലും എന്താണ്? ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ അത് ആലോചിച്ച് വെച്ചോളാം. ചെയർമാൻ ഓഫ് രാജ്യസഭ, ചെയർമാൻ ഓഫ്
രാജ്യസഭ എന്താണ് ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യത്തില്ല, ഒരിക്കലും ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യത്തില്ല. ഓക്കെ, ആദ്യം ആരായിരിക്കും? സ്പീക്കർ ആയിരിക്കും. സ്പീക്കറിൻ്റെ ആബ്സെൻറ്റിൽ ആരായിരിക്കും? ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ആബ്സെൻറ്റിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ആയിരിക്കും. ചെയർമാൻ ഓഫ് രാജ്യസഭ ആയിരിക്കത്തില്ല. ഓക്കെ, ചെയർമാൻ ഓഫ് രാജ്യസഭ എന്താണ് ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യത്തില്ല. സോ അതാണ് 37 ക്വസ്റ്റ്യൻ. 38 നോക്കാം. Which one of the following regions of India has a combination of mangrove forest, evergreen forest and deciduous forest? ഇത് മൂന്നിൻ്റെയും കോമ്പിനേഷനുള്ള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ബാക്കി ഓപ്ഷൻസിൽ നിന്നൊന്നും അറിഞ്ഞുകൂടെങ്കിൽ തന്നെ നമുക്കറിയാം എന്താണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ എന്താണ് ഇതെല്ലാം തന്നെ ഉണ്ട്. നമുക്കറിയാം എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ കാണപ്പെടുന്നുണ്ട്, അതുപോലെ ഡെസിജിയസ് ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ എന്താണ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ബാക്കി ഓപ്ഷനിൽ നിന്നും ബാക്കി സ്ഥലങ്ങളിലൊക്കെ എന്താണ് എന്തെന്ന് അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒറ്റയടിക്ക് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എന്താണ് കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് വരുന്നത്. ഓക്കെ, നോർത്ത് കോസ്റ്റിൽ ആന്ധ്രാപ്രദേശിൽ ഏതൊക്കെയാണ് കാണുന്നത്? അവിടെ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് കാണപ്പെടുന്നുണ്ട്. ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുന്നുണ്ട്. ദെൻ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നുണ്ട്. സെമി എവർഗ്രീൻ. ദെൻ ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ്. ഓക്കെ, ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ് അതും എന്താണ് ഈ നോർത്ത് കോസ്റ്റിൽ ആന്ധ്രാപ്രദേശിൽ കാണപ്പെടുന്നതാണ്. ഓക്കെ, പക്ഷേ മാംഗ്രൂവ് ഫോറസ്റ്റ് അവിടെ ഇല്ല. ദെൻ സൗത്ത് വെസ്റ്റ് ബംഗാളിൽ ഏതൊക്കെയാണുള്ളത്? ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ മാംഗ്രൂവും ഉണ്ട്, ട്രോണി ബുഷസും സ്ക്രബ്സും ഉണ്ട്. ബട്ട് എവർഗ്രീൻ ഫോറസ്റ്റ് അവിടെ കാണാനായിട്ട് ചാൻസ് കുറവാണ്. ദെൻ സതേൺ സൗരാഷ്ട്രയിൽ ഏതൊക്കെയാണ് വരുന്നത്? അത് ഏകദേശം എന്താണ് ഒരു കോസ്റ്റൽ ഏരിയ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെ എന്താണ് ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡ്യൂസും ഉണ്ട്, മാംഗ്രൂവും ഉണ്ട്, അതുപോലെ എന്താണ് കോസ്റ്റൽ സ്ക്രബ്സ്, ഡീഗ്രേഡഡ് വെജിറ്റേഷൻ, പിന്നെ ഡ്രൈ സാവന്ന, ഗ്രാസ് ലാൻഡ്സ് ഇതെല്ലാം ഉണ്ട്. ബട്ട് അവിടെ എന്താണ് ഈ എവർഗ്രീൻ ഫോറസ്റ്റ് ആബ്സെൻ്റ് ആണ്. സോ ഇതെല്ലാം കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 39. Which of the following kingdoms were associated with the life of Buddha? അവന്തി, ഗാന്ധാര, കോസല, മഗധ. അപ്പോൾ ഈ പറഞ്ഞേക്കുന്നതിൽ ഏതാണ് ബുദ്ധൻ്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസുകളെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 1, 3 and 4, ഓപ്ഷൻ ഡി 3 and 4 ഓൺലി. ഓക്കെ, നമുക്ക് നോർമലി അറിയാം മഗധ എന്ന് പറയുന്നത് എന്താണ് ബോധഗയ, ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് വന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്താണ് അതെന്തായാലും ശരിയായിരിക്കും. സോ ഫോർത്ത് ഓപ്ഷൻ ശരിയാകുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. ദെൻ 1, 3 and 4ഉം 3 and 4ഉം. അപ്പോൾ 3ഉം 4ഉം എന്തായാലും കോമൺ ആയിട്ടുണ്ട്. 1 ഉണ്ടാകുന്ന മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവന്തി എന്ന് പറയുന്നത് എന്താണ് ബുദ്ധൻ്റെ പാത്തിൽ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ലൈഫിൽ എന്താണ് അവന്തിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി 3 and 4 ഓൺലി. ഓക്കെ, അതായത് കോസലയും മഗധയും മാത്രമാണ് എന്ത് ബുദ്ധൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് വരുന്നത് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ബാക്കി പ്ലേസുകളും കൂടെ നമുക്ക് നോക്കാം. ബുദ്ധൻ്റെ ബർത്ത് എവിടെയായിരുന്നു? നമുക്കറിയാം ലുംബിനി. ഓക്കെ, ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്ത് അത് എന്താണ് ശാക്യ ക്ലാൻ്റെ. ഓക്കെ, നമ്മുടെ കിങ്ഡം നോക്കണമെങ്കിൽ എന്തായിരിക്കും? ശാക്യ ക്ലാൻ്റെ അണ്ടറിൽ വരുന്ന പ്ലേസാണ് ലുംബിനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബർത്ത് വരുന്നത് ലുംബിനിയാണ്. അതുപോലെ എൻലൈറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു എവിടെയായിരുന്നു? ബോധഗയായിരുന്നു. ബോധഗയ എവിടെയാണ് വരുന്നത്? മഗധ കിങ്ഡത്തിൻ്റെ കീഴിലാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എന്താ ഓപ്ഷൻ 4 ശരിയാണെന്ന് പറഞ്ഞത്. ദെൻ അടുത്ത വരുന്നത് എന്താണ്? ഫസ്റ്റ് സെർമൺ. അതെവിടെയായിരുന്നു? ഫസ്റ്റ് സെർമൺ സാരനാഥിലായിരുന്നു. ഓക്കെ, സാരനാഥ് എവിടെയാണ്? കാശിയിലാണ് വരുന്നത്. ദെൻ അവസാനം എന്താണ്? മഹാപരിനിർവാണ. അതെവിടെയായിരുന്നു? കുശിനരയായിരുന്നു. അത് അതിൻ്റെ കീഴിലാണ് വരുന്നത്? മല്ല ഡൈനസ്റ്റിയുടെ മല്ല കിങ്ഡത്തിൻ്റെ കീഴിലാണ് അത് വരുന്നത്. ഓക്കെ, സോ ഇതുമൊക്കെ എന്താണ് ബുദ്ധൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേസ് ആണ്. ലുംബിനി, അതുപോലെ ബോധഗയ, അതുപോലെ സാരനാഥ്, ദെൻ കുശിനര. ഓക്കെ, ഇതെല്ലാം എന്താണ് ബുദ്ധൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അതൊക്കെ ഏത് കിങ്ഡത്തിലാണ് വരുന്നത് നമ്മൾ പറഞ്ഞു? ശാക്യ, അതുപോലെ മഗധ, ദെൻ കാശി, മല്ല, ദെൻ അതുകൂടെ എന്താണ് കോസലയും ബുദ്ധൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ബുദ്ധനുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, അതുപോലെ എന്താണ് ഏതൊക്കെ സ്ഥലത്ത് പോയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസുകൾ ഏതൊക്കെയാണ്, ഇങ്ങനത്തെ ഇതെല്ലാം നമ്മൾ നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഏൻഷ്യൻ്റ് ഇന്ത്യ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് 40 ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇഷ്യൂ ഓഫ് കൺട്രോൾ ആൻഡ് ഫേസിങ് ഔട്ട് ഓഫ് ദ യൂസ് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. നമുക്കറിയാം ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിൻ്റെ കൺട്രോളും അതുപോലെ എന്താണ് ഫേസിങ് ഔട്ട് ഓഫ് ദ യൂസ് ഇതെല്ലാം തീരുമാനിക്കുന്ന ഏത് പ്രോട്ടോക്കോളിലായിരുന്നു? നമുക്ക് ആദ്യമേ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. കാരണം അതെന്താണ് നമ്മളെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ എന്താണ്
IMF ഇതെല്ലാമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺഫറൻസ് ആണ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് അത് ആദ്യം എന്താണ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും, അതിൽ എന്തായാലും വരത്തില്ല. സോ ഇനി വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി, മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോളിൽ പറയുന്നത് എന്താണ്? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യുക, അതിനാണ് എന്ത് മോൺട്രിയൽ പ്രോട്ടോകോൾ പറയുന്നത്. അതുകൊണ്ട് എന്താണ് അത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. ദെൻ കീറ്റോ പ്രോട്ടോകോൾ, അത് നമുക്കറിയാം എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ഈ കീറ്റോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതിൽ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിൻ്റെ അല്ല പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെയാണ് കീറ്റോ പ്രോട്ടോകോൾ വരുന്നത്. ദെൻ നാഗോയ പ്രോട്ടോകോൾ എന്തിലാണ് വരുന്നത്? അതെന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് റിസോഴ്സിൻ്റെ ഗെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറ്റിക് റിസോഴ്സ് ഷെയർ ഫ്രം ദ ഗെയിൻസ് ബൈ ജനറ്റിക് റിസോഴ്സ്. ഓക്കെ, അതെന്താണ് നമ്മുടെ ജനറ്റിക് റിസോഴ്സ് ഷെയർ ചെയ്യുന്ന വഴിയുള്ള ബെനിഫിറ്റ്സ്, അതിൻ്റെ ഗെയിൻസ് കാര്യങ്ങളെ പറ്റിയാണ് എന്ത് ഈ നാഗോയ പ്രോട്ടോകോളിൽ പറയുന്നത്. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു ജനറ്റിക് റിസോഴ്സ് ആണ്, ജനറ്റിക് റിസോഴ്സസ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി ഈ ടൈമിൽ നമ്മൾ എന്താണ് ഇവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ പറ്റി നോക്കി. അപ്പോൾ ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതൊക്കെയാണ്? നമുക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ മീതെയിൻ അതായത് CH4, ദെൻ നൈട്രസ് ഓക്സൈഡ്, അതുപോലെ എന്താണ് വാട്ടർ വേപ്പർ, പിന്നെ താഴോട്ട് എഴുതാണ് ഓസോൺ, നമുക്കറിയാം O3, ദെൻ ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്തെന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് വരുന്നത്. ബട്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ വരുന്നത് എന്തിൻ്റെയാണ്? അത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ്. അതാണ് 14 ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 41. കൺസിഡർ ദ ഫോളോയിങ്. ദ അറൈവൽ ഓഫ് ബാബർ ഇൻ ടു ഇന്ത്യ ലെഡ് ടു ദ introduction of gunpowder in the subcontinent. Second one, introduction of the arc and dome in the region of architecture, establishment of Timurid dynasty in the region. നമുക്കറിയാം തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം തിമിരിഡ് ഡൈനസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? ബാബറാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണ് ശരിയായിട്ട് എഴുതാം. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? A ക്യാൻസൽ ചെയ്യാം, 1 and 2 ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്കുള്ളത് ഓപ്ഷൻ B 3 ഓൺലി, ഓപ്ഷൻ C 1 and 3 ഓൺലി, ഓപ്ഷൻ D 1, 2 and 3. ഇത് നോക്കി, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിത് ഫാക്ട് ബേസ്ഡ് ആണ്. നമുക്ക് കറക്റ്റായിട്ട് കാര്യം അറിഞ്ഞാൽ മാത്രമേ എന്ത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആൻസർ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമില്ലേ നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ഗൺ പൗഡർ ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്. സബ് കോണ്ടിലേക്ക് ഗൺ പൗഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാബറാണോ എന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ബാബറിനൊക്കെ മുമ്പേ തന്നെ എന്താണ് ഒരുപാട് പേരെന്താണ് ഇന്ത്യയിൽ ഇൻവേഷൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ ഒരു ലെവലിൽ ചിന്തിച്ചാൽ തെറ്റാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിന് മുന്നേ ആരെങ്കിലുമൊക്കെ ഗൺ പൗഡർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ആയിരിക്കും. കുറച്ചെങ്കിലും കൊണ്ടുവന്നാൽ എന്താണ് അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് തുല്യമാണ്. സോ ആ ഒരു ടൈമിൽ എന്താണ് ബാബറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, സോ ആക്ച്വലി എന്താണ് ഈ ഗൺ പൗഡർ നമുക്ക് 13th അല്ലെങ്കിൽ എന്താണ് 14th സെഞ്ച്വറിയിലൊക്കെ തന്നെ എന്താണ് മംഗോളിയൻസ്, ഓക്കെ നമ്മുടെ ചെങ്കിസ് ഖാൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള മംഗോളിയൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ മംഗോളിയൻസ് എന്താണ് ഒരു 13th 14th സെഞ്ച്വറിയിൽ തന്നെ എന്താണ് ഇന്ത്യയിലേക്ക് ഗൺ പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യയിലേക്ക് എന്നുള്ള സബ് കോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ എന്താണ് ബാബർ ഇത് യൂസ് ചെയ്തിരുന്നു. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ ഫീൽഡിലും അതുപോലെ എന്താണ് ആർട്ടിലറി കാര്യങ്ങളിലെല്ലാം എന്താണ് ഈ ഗൺ പൗഡർ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, വൈഡ് റേഞ്ച് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ബട്ട് അദ്ദേഹം അല്ല അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഒന്നാമത്തെ എലിമിനേറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ സിയും അതുപോലെ ഓപ്ഷൻ ഡിയും എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി 3 ഓൺലി. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇൻട്രൊഡക്ഷൻ ഓഫ് ആർക്ക് ആൻഡ് ഡോം ഇൻ ദ റീജിയൻ ഓഫ് ആർക്കിടെക്ചർ. ആർക്കിടെക്ചറിൽ എന്താണ് ആർക്ക് അതുപോലെ ഡോം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത് കൊണ്ടുവന്ന ആരായിരുന്നു? ഇത് നമ്മുടെ ടർക്സൊക്കെ എന്താണ് മുഹമ്മദ് ഗോറിയുടെയൊക്കെ അണ്ടറിൽ ടർക്സ് വന്നപ്പോൾ എന്താണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മുടെ എന്താണ് ആർക്കിടെക്ചറിൽ എന്താണ് ആർക്കും ഡോംസും എന്നുള്ള കൺസെപ്റ്റൊക്കെ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സോ അതും ബാബർ കൊണ്ടുവന്നതല്ല, എന്താണ് ടർക്സിൻ്റെ ടൈമിൽ എന്താണ് മുഹമ്മദ് ഗോറിയുടെ ടൈമിൽ ടർക്സ് ഇന്ത്യ ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലൊക്കെ എന്താണ് ഇത് ഒരുപാട് റിലവൻ്റ് ആയിരുന്നു. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി 3 ഓൺലി.
ഓക്കെ, ഇതിൽ നമുക്ക് ചെറിയ രീതിക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. കാരണം ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ടിമിറിഡ് ഡൈനസ്റ്റി. അത് ജസ്റ്റ് എന്താണ് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ മെഡീവൽ ഇന്ത്യയൊക്കെ വായിക്കുമ്പോൾ എന്താണ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ എന്താണ് ജസ്റ്റ് ഒരു എലിമിനേഷൻ വഴിയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ് ഒറ്റ ഓപ്ഷൻ നമുക്ക് ബാക്കിയുള്ളൂ. സോ അതായിരിക്കും എന്താ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എപ്പോഴും ഈ എലിമിനേഷൻ ട്രിക്ക് വർക്ക് ആവണമെന്നില്ല, ബട്ട് സംടൈംസ് ഇറ്റ് വർക്ക്സ്. നെക്സ്റ്റ് 42nd ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് നീതി ആയോഗ് ടു റീപ്ലേസ് ഏതാണ്, ഏതിനെ റീപ്ലേസ് ചെയ്താണ് നീതി ആയോഗ് വന്നത്? അത് ആൻസർ ഡി ആണ്, പ്ലാനിംഗ് കമ്മീഷനെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് പറയുമ്പോൾ എന്താണ് അതിനെപ്പറ്റി ഇപ്പോഴത്തെ എന്തൊക്കെയാണ് നീതി ആയോഗിൽ വരുന്നത്? എന്നാണ് നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്തത്? 1 ജാനുവരി 2015 ഓക്കെ, നമ്മുടെ NDA ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തത്. NDA ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് എന്ത് നീതി ആയോഗ് കൊണ്ടുവന്നത്. ഇനി ആരായിരിക്കും ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? ചെയർപേഴ്സൺ PM ആയിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ദെൻ അതുകൂടാതെ ആരൊക്കെ ഉണ്ട്? എല്ലാ സ്റ്റേറ്റിലെയും CM ഉണ്ട്. ഓക്കെ, ഓൾ സ്റ്റേറ്റിലെ CM കാണും. അതുപോലെ എന്താണ് CMs ഓഫ് UT വിത്ത് ലെജിസ്ലേച്ചർ, അതായത് ഏതൊക്കെയാണ്? ഡൽഹി UT വിത്ത് ഓക്കെ, അതായത് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലെജിസ്ലേച്ചർ വരുന്ന ഏതൊക്കെയാണ്? ഡൽഹി വരുന്നുണ്ട്, അതുപോലെ പുതുച്ചേരി വരുന്നുണ്ട്, പോണ്ടിച്ചേരി വരുന്നുണ്ട്, അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ. ഇവിടെ 3 എന്ത് നമ്മുടെ ലെജിസ്ലേച്ചർ ഉള്ള. അപ്പോൾ ഇവിടെ 3 CMs. ദെൻ പിന്നെ ആര് വരാം? ഇനി എന്താണ്? ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് അതർ UTs. ഓക്കെ, ബാക്കി UTസിലെ ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവരാണെന്ത് മെയിനായിട്ടുള്ള മെമ്പേഴ്സ് വരുന്നത്. ഇനി ഇതിൻ്റെ വൈസ് ചെയർപേഴ്സൺ നമ്മൾ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. വൈസ് ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇനി ഇതിൻ്റെ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആരായിരിക്കും? യൂണിയൻ മിനിസ്റ്റേഴ്സ്. ഓക്കെ, നമ്മുടെ യൂണിയൻ മിനിസ്റ്റേഴ്സ് ആയിരിക്കും നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ CEO അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, സോ നീതി ആയോഗമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. സ്റ്റാർട്ട് ചെയ്തത് January 1, 2015 ആണ്. ചെയർപേഴ്സൺ എപ്പോഴും എന്തായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. പിന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ്? എല്ലാ സ്റ്റേറ്റിലെയും CMs ഉണ്ട്. അതുപോലെ എന്താണ് CM ഓഫ് UTസിലെ ലെജിസ്ലേച്ചറുള്ള UTസിലെ CM, അതായത് ഡൽഹി, പുതുച്ചേരി, അതുപോലെ ജമ്മു കാശ്മീരിലെ CM ഉണ്ടായിരിക്കും. അതുപോലെ ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് അതർ UTs, മറ്റ് UTസിലെ ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ ആ ടൈമിൽ എന്താണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, ലോ കമ്മീഷൻ, ഇതിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. കാരണം നമ്മുടെ പൊളിറ്റിയിൽ ഇതിനെല്ലാത്തിനെ പറ്റി എന്താണ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ എന്താണ് നോക്കി പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് Rio +20 കോൺഫറൻസ് ഓഫൺ മെൻഷൻ ഇൻ ദ ന്യൂസ്? കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ഓപ്ഷൻ B, it is a ministerial meeting of the World Trade Organization. Option C, it is a conference of the Intergovernmental Panel on Climatic Change. Option D, it is a conference of the member countries of the Convention on Biological Diversity. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആൻസർ ഏതാണ്? A ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എലിമിനേഷൻ ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ റിയോ എർത്ത് സബ്മിറ്റ്, ഓക്കെ, റിയോ 1992 എർത്ത് സബ്മിറ്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യമാണ് ഇതെന്ന് അറിയാം. 1992 എന്ത് റിയോ എർത്ത് സബ്മിറ്റ് നടന്നിരുന്നത് ബ്രസീലിൽ വെച്ച്. അപ്പോൾ അതിലെന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റിയൊക്കെ എന്താണ് ചെറുതായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇത് നോക്കി, ഒരു മിനിസ്റ്റീരിയൽ മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒരു മിനിസ്റ്റീരിയൽ മീറ്റിംഗ്, അവരിപ്പോൾ എന്താണ് Rio +20 കോൺഫറൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇറ്റ്സ് എ കോൺഫറൻസ് ഓൺ ദ Intergovernmental Panel on Climate Change. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ എന്താണ് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം ഓക്കെ ഇനി ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ എന്ന്. ബട്ട് ഇതെന്താണ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ അല്ല. ദ കോൺഫറൻസ് ഓഫ് ദ മെമ്പർ കൺട്രീസ് ഓഫ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതും അല്ല. ഓക്കെ, സോ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ A ആണ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് Rio +20 refers to UN conference on the conference on sustainable development that took place in the Rio de Janeiro, Brazil in June 2012. ഓക്കെ, എവിടെയാണ്? Rio de Janeiro, ബ്രസീലിൽ June 2012 ഓക്കെ, നമ്മൾ പറഞ്ഞു റിയോ എർത്ത് സബ്മിറ്റ് നടന്നത് എന്നായിരുന്നു? 1992. ഇത് 2012. ഓക്കെ, അതായത് 20 years ശേഷം. ഓക്കെ, സോ അതുകൊണ്ടാണ് എന്ത് ഇതിന് Rio +20 കോൺഫറൻസ് എന്ന്
പേര് വന്നത്. ഓക്കെ, അത് 1992 റിയോ എർത്ത് സബ്മിറ്റിന് ശേഷം 20 വർഷത്തിന് ശേഷമാണ് ഇത് റിയോ +20 കോൺഫറൻസ് നടന്നത്. സോ അതുകൊണ്ടാണ് എന്ത് ഇതിന് റിയോ +20 കോൺഫറൻസ് എന്നുള്ള നെയിം ഇട്ടത്. ഓക്കെ, 20 വർഷത്തിന് ശേഷമാണ് എന്ത് ഈ ഒരു കോൺഫറൻസ് നടന്നത്. സോ ദാറ്റ്സ് വൈ ദ നെയിം റിയോ +20 കോൺഫറൻസ്. Got it? So, next question, 44th question. The executive power of the, consider the following statement. First statement എന്താണ്? The executive power of the Union of India is vested in the Prime Minister. Second statement, the Prime Minister is the ex officio chairman of Civil Services Board. ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എക്സിക്യൂട്ടീവ് പവർ. നമ്മൾ പൊളിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് എല്ലാം ആരിലാണുള്ളത്? പ്രസിഡന്റിൻ്റെ കീഴിലാണ്, പ്രൈം മിനിസ്റ്ററിൻ്റെ കീഴിലല്ല. ഓക്കെ, അണ്ടർ ആർട്ടിക്കിൾ 53(1) പറയുന്നുണ്ട്. ഓക്കെ, 53(1) എന്താണ് പറയുന്നത്? എക്സിക്യൂട്ടീവ് പവേഴ്സ് വെസ്റ്റഡ് ഇൻ ദ പ്രസിഡന്റ്. ഓക്കെ, നോട്ട് പ്രൈം മിനിസ്റ്റർ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണ് തെറ്റായിട്ട് കാണിക്കാം. സോ ഇതും എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ എന്താണ് ഈ ഒരു ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ദ PM ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ സിവിൽ സർവീസസ് ബോർഡ്. സിവിൽ സർവീസസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്താണ്? PM ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബട്ട് PM അല്ല, അത് ആരായിരിക്കും? ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഓക്കെ, ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. നമുക്കറിയാം സിവിൽ സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. സോ അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിരിക്കും. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി, നെയ്തർ 1 nor 2. ഓക്കെ, എക്സിക്യൂട്ടീവ് പവേഴ്സ് എപ്പോഴും ആരിലായിരിക്കും വെസ്റ്റഡ് ആയിട്ടുള്ളത്? ഇറ്റ്സ് പ്രസിഡന്റ്, നോട്ട് പ്രൈം മിനിസ്റ്റർ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് സിവിൽ സർവീസസ് ബോർഡ് ഓൾവേസ് ദ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ പവർ, അതുപോലെ എന്താണ് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ്, അതുപോലെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പവേഴ്സ്, അവരുടെ റോൾസ്, കാര്യങ്ങളെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 45th. The term Goldilocks zone is often seen in the news in the context of Goldilocks zone എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ്. ആ ടൈമിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആൻസർ ഏതാണ് ഇവിടെ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, സെർച്ച് ഫോർ ദ എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് ഇൻ ഔട്ടർ സ്പേസ്, അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അതായത് അത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എന്താണ് ഗോൾഡിലോക്സ് സോൺ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സോൺ, അല്ലെങ്കിൽ എന്താണ് ഒരു ഹാബിറ്റബിൾ സോണാണ്. In the range of distance with the right temperature for water to remain liquid. Okay, right temperature for water to remain liquid. Simply പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്താണ് കണ്ടീഷൻസ് ആർ ജസ്റ്റ് റൈറ്റ്. അതായത് not too hot, okay, അല്ലെ neither too hot nor too cold. ഓക്കെ, സോ അതായത് എന്താണ് കണ്ടീഷൻസ് ആർ ഫേവറബിൾ ടു ലൈഫ്, അല്ലെങ്കിൽ എന്താണ് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻസിൽ നിന്നല്ല ഏതിനായാലും എന്തിനായാലും ജീവിക്കാനായിട്ടുള്ള ഒരു കണ്ടീഷൻ. അതായത് അറ്റ്മോസ്ഫിയറിൽ നോട്ട് ടു ഹോട്ടും ആവാൻ പാടില്ല, നെയ്തർ ടു ഹോട്ടും ആവാൻ പാടില്ല, നോട്ട് ടു കോൾഡും ആവാൻ പാടില്ല. അതായത് റൈറ്റ് കണ്ടീഷനായിരിക്കണം, റൈറ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ന് പറയുന്നത് ഗോൾഡിലോക്സ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് സെർച്ച് ഫോർ എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് ഇൻ ഔട്ടർ സ്പേസ്. ഓക്കെ, എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് എർത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത്. അതായത് എന്താണ് നമുക്ക് ജീവിക്കാൻ പറ്റിയ ക്യാരക്ടറൈസ് ഉള്ള മറ്റു പ്ലാനറ്റ്സിന് ഔട്ടർ സ്പേസിലുള്ള അതിനുള്ളൊരു സെർച്ചിനെ എന്ന് പറയുന്നത് ഗോൾഡിലോക്സ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കറണ്ട് അഫയേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who of the following organized a march on the Tanjavur coast to break the salt law in April 1930? നമുക്കറിയാം 1930 എന്താണ് സോൾട്ട് ലോ, ഗാന്ധിജി സോൾട്ട് ലോ വയലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഫലമായിട്ട് ഹൂ ഓർഗനൈസ് ദ മാർച്ച് ഓൺ തഞ്ചാവൂർ കോട്ട്. തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ്? സൗത്തിലാണ് വരുന്നത്. ഓക്കെ, തമിഴ്നാട് റീജിയനിൽ വരുന്നതാണ്. അപ്പോൾ ആരാണ് അവിടെ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്, സി രാജഗോപാലാചാര്യാണ്. ഓക്കെ, അത് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓപ്ഷൻ ബി. ഓക്കെ, അതിനെന്താണ് വേദാന്തം സോൾട്ട് മാർച്ച് എന്നാണ് പറയുന്നത്. എവിടെ നിന്ന്? തിരുച്ചി ടു വേദാരണ്യം. ഓക്കെ, തിരുച്ചി ടു വേദാരണ്യം, അതാണെന്ത് ഈ സോൾട്ട് മാർച്ചിൽ പറയുന്നത്. ഓക്കെ, തഞ്ചാവൂർ കോസ്റ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്തതാണ് ആരായിരുന്നു? സി രാജഗോപാലാചാര്യായിരുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഈ പ്രൊമിനൻറ്റ് ലീഡേഴ്സിനെയൊക്കെ നോക്കി വയ്ക്കുക. അവരുടെ റോൾസ് അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. 47ാമത്തെ ക്വസ്റ്റ്യൻ, who of the following founded a city on the south bank of a tributary to river Krishna and undertook the rule his new kingdom as the agent of deity to whom all the land south of the river Krishna was supposed to belong?
ഓക്കെ, കുറച്ച് ആൻഷ്യൻ്റ് ഇന്ത്യയിലും റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എന്താണ്, നമുക്ക് വായിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ, വായിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. എലിമിനേറ്റ് ചെയ്യുക എന്തായിരിക്കും, വളരെ കഷ്ടമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എല്ലാവരെ പറ്റി എന്താ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് നോളജെങ്കിലും വേണം. ഓക്കെ, സോ ഇതിൽ ആൻസർ വരുന്ന ആരായിരുന്നു? 47ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? സി, ഹരിഹരയാണ് വരുന്നത്. ഹരിഹര ഫസ്റ്റാണ് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരെ പറ്റിയും കൂടെ എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് അമോഘവർഷ ഫസ്റ്റ്. അദ്ദേഹം എന്താണ്, ഫേമസ് കിങ്ഡം, രാഷ്ട്രകൂടയിലെ ഫേമസ് കിങ്ഡമാണ് ഏത്? അമോഘവർഷ എന്ന് പറയുന്നത്. ഓക്കെ, രാഷ്ട്രകൂട ഡൈനസ്റ്റിയിലെ ഒരു ഫേമസ് കിങ് ആണ് ഏത്? ഈ അമോഘവർഷ എന്ന് പറയുന്നത്. ഇനി ബല്ലാല ടു അല്ലെങ്കിൽ എന്താണ്, വീര ബല്ലാല ടു എന്ന് അദ്ദേഹത്തിന് അറിയപ്പെടും. അതേതാണ്? ഹോയ്സല ഡൈനസ്റ്റി. ഹോയ്സല ഡൈനസ്റ്റിയിലാണ്, നമ്മുടെ കർണാടക റീജിയനിലൊക്കെയാണ് എന്ത് ഈ ഹോയ്സല ഡൈനസ്റ്റി വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറായിരുന്നു ഇത് ബല്ലാല ടു എന്ന് പറയുന്നത്. ഇനി ഹരിഹര ഒന്ന്. ഹരിഹര ഒന്ന് ഏതാണ്? നമ്മുടെ വിജയനഗര എംപയറിൻ്റെ, ഓക്കെ, വിജയനഗര എംപയറിൻ്റെ ഫൗണ്ടറാണ്. ഓക്കെ, വിജയനഗര എംപയറിൻ്റെ ഫൗണ്ടറാണ് ഹരിഹര ഒന്ന്. നമുക്കിപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കുമ്പോൾ എന്താണ്, ഏകദേശം നമുക്ക് ആ ഒരു റീജിയൻ മനസ്സിലാവും. പക്ഷേ ഹരിഹര ഒന്നാണ് വിജയനഗര എംപയറിൻ്റെ ഫൗണ്ടർ എന്നുള്ള കാര്യം നമുക്ക് അറിയാമെങ്കിൽ വേണമെങ്കിൽ എന്താണ്, ബാക്കി ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് അത് കിട്ടും. കാരണം ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണെന്ന് മനസ്സിലാവും, ഏകദേശം സദേൺ ഡൈനസ്റ്റിയാണെന്ന് മനസ്സിലാകും ഏതോ. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടെ എന്താണ്, കൃഷ്ണ റിവറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, വിജയനഗര എംപയർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ബാക്കി ഓപ്ഷൻസിലെ ആളുകൾ എവിടെയാണെന്ന്, അല്ലെങ്കിൽ എന്താണ്, ഹരിഹര ഒന്നാണ് വിജയനഗര എംപയർ ഫൗണ്ട് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ എന്ത് ആ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്, പ്രതാപ രുദ്ര ടു. പ്രതാപ രുദ്ര ടു ഏതാണ്? ഇദ്ദേഹത്തിൻ്റെ വേറൊരു പേരും കൂടെ ഉണ്ട്, രുദ്രദേവ ടു എന്നറിയപ്പെടും. നമ്മൾ കാകതീയ ഡൈനസ്റ്റിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കാകതീയ ഡൈനസ്റ്റിയിലെ ലാസ്റ്റ് റൂളറായിരുന്നു ആര്? ഈ പ്രതാപരുദ്ര ടു അല്ലെങ്കിൽ എന്താണ് ഈ രുദ്രദേവ ടു എന്ന് പറയുന്നത്. നമ്മൾ മറ്റെന്താണ്, അല്ലു അർജുൻ്റെ ഒരു സിനിമയുണ്ട്, ഏതാണ്? രുദ്രമാദേവി എന്ന് പറയുന്നത് അല്ലു അർജുൻ്റെ അനുഷ്കയുടെ സിനിമയാണ്. അപ്പോൾ അതിലെന്താണ് ഈ ഒരു കിങ്ഡത്തിനെ പറ്റിയാണ് പറയുന്നത്, കാകതീയ ഡൈനസ്റ്റിയെ പറ്റി പറയുന്നുണ്ട്. അതിൽ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മം ആണ് ആരെന്ന് പറയുന്നത്, ഗ്രാൻഡ് മദർ ആണ് ആരെന്ന് പറയുന്നത്, രുദ്രമാദേവി. ഓക്കെ, കാകതീയ ഡൈനസ്റ്റിയിൽ രുദ്രമാദേവി എന്ന് പറയുന്നത് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ ആണ്. ഓക്കെ, സോ അത് ആ ഒരു മൂവിയിൽ പറയുന്നുണ്ട്. അതാണ് പ്രതാപരുദ്ര ടു എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് 48ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The first woman president of the Indian National Congress was Sarojini Naidu. Second, the first Muslim president of the Indian National Congress was Badruddin Taibji. നോക്കി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് സരോജിനി നായിഡു. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണുമ്പോൾ ശരിയാണല്ലോ, ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് സരോജിനി നായിഡു ആണല്ലോ എന്നുള്ള ഇതിൽ നമ്മൾ കണക്ട് ചെയ്യരുത്. കാരണം എന്താണ്, ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരായിരുന്നു? ആനി ബെസന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് എന്ന് വെച്ചാൽ നമുക്ക് ആര് പറയാം? സരോജിനി നായിഡു പറയാം. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്, ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ക്ലാഷ് ആകും, രണ്ടും തമ്മിൽ മാറിപ്പോയത്. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ചോദിച്ചാൽ അത് ആനി ബെസന്റും, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ്? സരോജിനി നായിഡു ആണ്. അപ്പോൾ രണ്ട് ഓപ്ഷനും കൂടെ അല്ലെങ്കിൽ രണ്ട് ആൻസറും ഇതും കൂടെ തന്നെ മാറിപ്പോകരുത്. സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് നമ്മൾ വായിക്കണം. ഇങ്ങനെ തെറ്റിക്കാനായിട്ട് ചില സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് കിട്ടും. നമ്മൾ ചിലപ്പോൾ എന്താണ് ഫസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു ആണ് എന്നുള്ളതിൽ നമ്മൾ അത് ആൻസർ കൊടുക്കും, ശരിയാണെന്ന് കൊടുക്കും. പക്ഷേ എന്താണ്, ശ്രദ്ധിച്ച് വായിക്കണം. ഫസ്റ്റ് വുമൺ പ്രസിഡന്റിനെ ചോദിച്ചിട്ടുള്ളൂ, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് എന്ന് ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആരാണ്? ആനി ബെസന്റ് ആണ്. ഇനി സരോജിനി നായിഡു എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ആണ്. അവർ ഏത് സെക്ഷനിലാണ്? INC-യിലെ കാൺപൂർ സെക്ഷൻ. INC-യിലെ കാൺപൂർ സെഷൻ 1925-ലെ കാൺപൂർ സെഷനാണ് ആര്? നമ്മുടെ സരോജിനി നായിഡു പ്രിസൈഡ് ചെയ്തത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഒന്നും ദെൻ ബോത്ത് 1 and 2 എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ബദ്രുദ്ദീൻ തൈജി. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, 1887-ലെ മദ്രാസ് സെക്ഷനിൽ. ഓക്കെ, 1887-ലെ മദ്രാസ് സെക്ഷനിൽ ആരായിരുന്നു? ബദ്രുദ്ദീൻ തൈബ്ജി ആയിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി 2 ഓൺലി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷൻസ് എല്ലാം നോക്കി വയ്ക്കുക. പ്രസിഡൻസ് ആരൊക്കെയാണ്, മെയിനായിട്ടുള്ള സെഷൻസിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് ഈസ് കറക്റ്റ് ഓർ ആർ കറക്റ്റ്?
Statement 1. It is intended to assist the developing countries in adaptation and mitigation practices to counter climate change. 2. It is founded under the aegis of UNEP, OECD, Asian Development Bank and World Bank. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ എന്താണ്? 1 only ആണ്. ഓക്കെ, നമുക്കത് അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്താണെന്ന് അറിയണം. അതുപോലെ എന്താണ്, ആരൊക്കെയാണ് അതിൽ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്, ആരാണ് അത് ഫൗണ്ട് ചെയ്തതെന്നും കാര്യം അറിയണം. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്ന ഒരു ഫണ്ടാണ് വിത്ത് ദ ഫ്രെയിംവർക്ക് ഓഫ് ദ UNFCCC. ഓക്കെ, യുണൈറ്റഡ് നാഷൻ ഫിനാൻഷ്യൽ ക്ലൈമറ്റിൻ്റെ കാര്യത്തിലാണ് റിലേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, UNFCCC ടു ഹെൽപ്പ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഓക്കെ, ടു ഹെൽപ്പ് ഡെവലപ്പിംഗ് കൺട്രീസിനാണ്. ഓക്കെ, എന്തിനു വേണ്ടി? ടു ടാക്കിൾ ക്ലൈമറ്റ് ചലഞ്ചസ്. ക്ലൈമറ്റ് ചലഞ്ചസ് ഒക്കെ എന്താണ് ടാക്കിൾ ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ച് കാര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് UNFCCC ഡെവലപ്പിംഗ് കൺട്രീസിനുള്ള ഒരു ഫണ്ടാണ് എന്ന് പറയുന്നത് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഇത് ഗവേൺ ചെയ്യുന്നതും അതുപോലെ എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? ഈ UNEPയോ OECD ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കോ വേൾഡ് ബാങ്കോ ഒന്നും അല്ല. ഇതെല്ലാം എന്താണ് COPയുടെ, അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൻ്റെ അണ്ടറിൽ എന്താണ് ഒരു ബോർഡുണ്ട്. സോ അവരാണെന്ത് ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, കോൺഫറൻസ് ഓഫ് പാർട്ടീസിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ COPയുടെ അണ്ടറിൽ എന്താണ് ഒരു ബോർഡുണ്ട്. അവരാണെന്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എന്ത് നോക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് UNEP, OECD, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കോ വേൾഡ് ബാങ്കോ ഒന്നും അല്ല. ഓക്കെ, സോ അതുകൊണ്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ A 1 only ആണ്. കോറക്റ്റ്. സോ നമുക്ക് ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ്, ഡിസാർമമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് 2014 വാസ് ഗിവൺ ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? അതും 2014 റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ A ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ അല്ലെങ്കിൽ ബാർക്ക്, then Indian Institute of Science, then Indian Space Research Organization ISRO, then Tata Institute of Fundamental Research. ആൻസർ വരുന്നത് ഏതാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. അതായത് നമ്മുടെ ISRO ആണെന്ത് ഈ ഒരു അവാർഡ് കിട്ടിയത്. ഓക്കെ, സോ എന്തിനാണ് ഈ അവാർഡ് വരുന്നത്? ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രസ്റ്റീജിയസ് അവാർഡാണ്, അക്കോർഡാണ്. എന്തിന്? ആനുവലി ബൈ ഇന്ത്യ ടു ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻസ്. ഓക്കെ, ഇൻഡിവിജ്വൽസിനും കൊടുക്കാം അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷനും കൊടുക്കാം. നമ്മൾ ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസാണ് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽസിനും കൊടുക്കാം, അതുപോലെ എന്താണ് ഓർഗനൈസേഷനും കൊടുക്കാം. ടു റിക്കഗ്നൈസേഷൻ ഓഫ് ദ ക്രിയേറ്റീവ് എഫേർട്സ്, അതുപോലെ എന്താണ് പ്രൊമോട്ടിങ് ഇൻ്റർനാഷണൽ പീസ്. ദെൻ എന്തിനൊക്കെയുള്ള ക്രിയേറ്റീവ് എഫേർട്സ് ആണ്? ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ്, അതുപോലെ ഡെവലപ്മെൻറ്റ് ആൻഡ് ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ, ദെൻ എൻഷുറിങ് ദാറ്റ് സയൻറ്റിഫിക് ഡിസ്കവറീസ്. ഇതെല്ലാം എന്താണ് ഇതെല്ലാം കൊണ്ടുവരുന്ന ആ ഒരു മേഖലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലുള്ള ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റീസിനോ അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷനോ കൊടുക്കുന്ന ഒരു അവാർഡാണ് എന്തെന്ന് പറയുന്നത് ഈ ഇന്ദിരാഗാന്ധി പ്രൈസ് ഓഫ് പീസ്, ഡിസാർമമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ഇത് 2014 കിട്ടിയത് ആർക്കാണ്? ISROയ്ക്കാണ് കിട്ടിയത്. ഇനി അതേ ടൈമിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ബാർക്ക്, അതുപോലെ എന്താണ് IAS, ഇതെല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ബാർക്ക് അല്ലെങ്കിൽ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇത് നമ്മുടെ ഇന്ത്യയിലെ പ്രീമിയം ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റി അല്ലെങ്കിൽ പ്രീമിയം ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ ആണ് ഇതെന്ന് പറയുന്നത് ഈ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആണ്. ഓക്കെ, മഹാരാഷ്ട്രയിലെ മുംബൈ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇതെന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് വെച്ചാൽ പബ്ലിക് ഡീംഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ സയൻസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അതായത് പബ്ലിക് ഡീംഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ആണ് എന്തിനു വേണ്ടിയുള്ള? ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ സയൻസ് എഞ്ചിനീയറിംഗ് ഡിസൈൻ മാനേജ്മെൻറ്റ്, അങ്ങനെ ഇതുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനു വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്ന് പറയുന്നത് IAS അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ഇനി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇതെന്തിനു വേണ്ടിയുള്ളതാണ്? ഇതും സെയിം ആണെന്ത് പബ്ലിക് ഡീംഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് ഇൻ മുംബൈ, ഡെഡിക്കേറ്റഡ് ടു ബേസിക് റിസർച്ച് ഇൻ മാത്സ് ആൻഡ് സയൻസ്. ഓക്കെ, മാത്സ് ആൻഡ് സയൻസ്. ഓക്കെ, സോ അതാണ് ഇത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ടോട്ടൽ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ എന്താണ് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടിൽ എന്താണ് അടുത്ത 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അത് നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത 25 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 4 പാർട്ടായിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള മോർ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. Okay, so hope you enjoy the section. Thank you.